ന്യൂ ലൈവായിട്ട് വന്നു. ന്യൂ ലൈവ് ഒന്നും അല്ല, കുട്ടിദാസ് അല്ലേ? ഓജി കയറിയോ? നീനെ വണ്ടി നിർത്തിയിട്ടേക്കോ തോന്നുന്നു കേട്ടോ. നിർത്തിന്റെ വണ്ടിയിൽ ഇടിക്കുന്നത് ആ ഇറ്റാച്ചി വേഴ്സസ് കുട്ടിദാസ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. വീണ്ടും പോയോ? റോക്കറ്റ് ലീഗാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. റോക്കറ്റ് ലീഗിലെ ഒരു മത്സരമാണ് നമ്മൾ. ലവ് ഫ്രം ന്യൂ ലൈവ്, വീണ്ടും ന്യൂ ലൈവ് ആയിട്ട് വന്നോളിയാ. സർവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നീ 13 മിനിറ്റ് അല്ലേ ആയുള്ളൂ നീ പുതിയ ഇതിട്ടിട്ട്? ഇതല്ല നേരത്തെ പുതിയ മൊത്തത്തിലൊന്ന് 13 ലൈവ് അത് ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ പറയണേ. രണ്ടാമത്തെ ലൈവ് അല്ലേ? PC ക്രാഷ് ആയതിനു ശേഷം രണ്ടാമത്തെ ലൈവ് വന്നേ. എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ. നിങ്ങൾ ടർഫിനെ പറ്റി ടർഫ് കാണൂ, ടർഫ് എൻജോയ് ചെയ്യൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കൂ, അത്രേ പറയാനുള്ളൂ. അത് ബഗ്ഗാ ഗൈസ്, അത് ബഗ്ഗാ. 47 മിനിറ്റ് നിങ്ങൾക്ക് കാണിക്കുന്ന ബഗ്ഗാ ഗൈസ്. പോയി ഉറങ്ങിയോ? ഇല്ല, വണ്ടി റിപ്പയർ ചെയ്ത കേട്ടോ. ഇവിടെ അടിയോ, ഇവിടെ അടിയോ. വീഡിയോയുടെ വക ഓജി റാവൻസിന് വീഡിയോ വന്നിരിക്കുകയാണ് ഗായ്സ്. ടർഫ് ഓജിക്ക് കിട്ടിയിരിക്കുകയാണ് സക്സസ്ഫുള്ളി. മണി ടർഫ് അങ്ങനെ ഓജിക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് ടർഫ് ടിവിയെ ഓജിക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ, ചാവണ്ടേ ആള്. ഇത് മൊണോപ്പൊളിയാണല്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട. ഞാൻ എന്റെ സെർവറിൽ ഇങ്ങനെയൊക്കെ വരല്ലേ. ഒരു നല്ല പയ്യനായിട്ട് നീ ഏറ്റെടുത്ത് ചെയ്യാവതല്ല. ടിക്കറ്റ് വലിക്കുക, ബാക്കി അവര് പക്ഷെ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എടുത്ത് പേരിൽ എഴുതി കൊടുക്കില്ല. അത് അല്ല, ഓണർഷിപ്പ് തരില്ല, അഡ്മിൻ സ്പെക്ക് മാത്രം. വണ്ടിയിൽ 4 പേരുണ്ടെന്ന് അറിയാതെ ആ വണ്ടിയിൽ കയറാൻ വേണ്ടി ആ വണ്ടിയിലുള്ള ആരെങ്കിലും നിക്കുവിനോട് പറഞ്ഞു കൊടുക്കുക, നിക്കു ആ വണ്ടി ഫുള്ളാണെന്നുള്ള കാര്യം. നിക്കുവിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്. നിക്കു ആ വണ്ടി മാറി 3 പേരുള്ള വേറൊരു വണ്ടി. അങ്ങനെ ഓജിയുടെ ഓജിക്ക് 3 വണ്ടിയുണ്ട്. ദാനം കൊടുത്തു കളയേ. റിപ്പയറുണ്ട്. ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വണ്ടി ഇടിക്കുക, റിപ്പയർ ചെയ്യുക, റിപ്പീറ്റ്. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ടർഫ്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ലാസ്റ്റ് പണ്ടത്തെ ടർഫൊക്കെ ഓർമ്മയുണ്ടോ? ബൈ ഫുട്ടൊക്കെ കേറി സമയം ദേ വന്ന് കേറിയുള്ളൂ. വണ്ടിയൊക്കെ കൊണ്ട് ലോറി വെളുത്ത ഓൾറെഡി അവിടെ എല്ലാവരും ബൈഫൂട്ടിൽ ഇറങ്ങി നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലോട്ട് ഓജിനെ കയറ്റുമെന്ന് തോന്നുന്നില്ല. ഓജി എവിടെയാണ് കയറാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം അവർക്ക് എവിടെ കുത്താൻ സ്ഥലമില്ല. നിങ്ങൾ നോക്കി സോൺ ഷിഫ്റ്റും നടന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവസാന ഷിഫ്റ്റും വന്നു. ഇനിയിപ്പോൾ ഷിഫ്റ്റ് ഉള്ള ഈ ഏരിയയിലോട്ട് വേണം ഓജി കാർ വന്നിറങ്ങാൻ. അയ്യോ, ഇവിടെ എവിടെ വണ്ടി കുത്തിയാലും കുത്തുമ്പോ തന്നെ 2 പേര് ഇറങ്ങും, 2 പേര് ചാവും. ഇനിയിപ്പോ അവര് കുത്താതെ വണ്ടി ചാവാണ്ട് ടർഫ് തീരുവോ? എന്താ അങ്ങനെ ഇരിക്കണോ നടക്കാൻ പോണ? എന്തായാലും ടർഫ് ഇട്ടില്ല. ഇടിച്ച കേട്ടറാ അവരെ എന്തായാലും അഹങ്കാരം റോഡിരിക്കുന്നേ ഇടിച്ചേറ്റ്. അവർക്ക് റോളൊന്നും ഇല്ലേ? ഞാനൊക്കെയാണ് ഇടിച്ചേറ്റ്. ഈ ഒരു വണ്ടി മാത്രമേ ഇത് കളിക്കുന്നുണ്ടോ? ടർഫാണെന്ന് തോന്നുന്നു. കാണാൻ സാധിച്ചു. ഒരു ബുള്ളറ്റിന്റെ വെളിയിലോട്ട് എല്ലാത്തെങ്കിലും മലയിലല്ലേ എല്ലാരും അടിച്ചു. എന്റെ നെറ്റ് വീണ്ടും പോകാൻ തോന്നുന്നു. ലൈവ് എത്തിയോടാ? നടക്കുന്ന ഒരു വണ്ടി ഏരിയയിലുള്ളത്. ബാക്കിയുള്ള ഓജിയുടെ വണ്ടികൾ ലൈവ് കത്തിയോ? വന്നു ഇല്ലല്ലോ, കത്തിയിട്ടില്ലല്ലോ.
കത്തിട്ട് വന്നു Okay, ഇവിടെ ബഫറായിട്ടോ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ by foot ഇറങ്ങിയിട്ടുണ്ട്. ഓജിയുടെ players എല്ലാം by foot. Yes, അങ്ങനെ ഓജിയുടെ ഒരു അഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓജിയുടെ players എല്ലാം by foot ഈ ഒരു ഏരിയയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട് അവർക്ക്. ഓ ഏബിൾ ഫസ്റ്റ് പിക്ക് എടുത്ത് ഒരു വണ്ടി Destro അടുത്ത pick എടുത്ത്. പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയിലുള്ള ആൾക്കാർ ഡൗൺ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓജി പുത്തമ്പേട്ടിൽ ഡൗൺ ആയിരിക്കുകയാണ്. ക്രിസ്റ്റി ഓ കൈമുക്കി ജൂഡ് എടുത്ത പിക്ക്, ലെക്സ് എടുത്ത പിക്ക്, ജൂഡ് എടുത്ത പിക്ക്. ആ ജൂഡ് ഒരെണ്ണം തന്നെ, ഒരു പിക്ക് തന്നെ. ഇവിടെ ഓജി players വന്നിരിക്കുകയാണ്. വാറുണ്ണി, സാൽപിയാർ, മുകളിലുള്ള LX വില്ലു പിആർഎഫിനെ സ്പ്രേ ചെയ്തോണ്ടിരിക്കുന്നത് ഓജിയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ്. ഇവിടെ ഓജി മുഫാസ ഒറ്റയ്ക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് വഴിവിട്ട് ഇതെന്താടാ? ഹലോ വഴിവിട്ട് പോയി സൗണ്ട് ഉണ്ട് ലൈവ് പോയി ലൈവ് പോയോ? ബഫർ തിരിച്ചു അളിയ അത് നിന്റെ ബ്രാവോടെ ലൈവ് ബഫർ ആവുന്നതാണ് നീ ബഫർ ആവുന്നില്ല. അവര് തിരിച്ചു പോയൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പിക്ക് എടുത്തിട്ടാണ് ബ്രാവോടെ live ആണോ? ഇരിക്കുന്നത്. കളി തീർന്നാ കളി കഴിഞ്ഞോ? ഇല്ല കുട്ടിദാസ്, മോൻ മാർട്ടിൻ, സാൽ പിആർഎഫ്, നിക്കു ജോയ്, നിന്റെ ലൈവ് പോണതല്ല ബ്രാവോടെ ഇത് ബഫർ ആവില്ല. മാറുണ്ണി എല്ലാവർക്കും നല്ല രീതിയിൽ വെടി വരുന്നുണ്ട്. അവര് റൊട്ടേറ്റ് ചെയ്ത് കുട്ടിദാസിനെ നീൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നീൽ ഫൈറ്റ് ജയിച്ചിരിക്കുന്നു. ജുഗ്രു ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മോൻസ് ബ്രാവോടെ അവനൊന്ന് കേറട്ടെ ചെയ്യാൻ പറ്റും. ഇതെന്താടാ ഇത്? കേരള ഉടനെ നിര്യാതരായിരിക്കുന്നു. അളി അത് 180 ക്ലിക്ക് വെച്ചാൽ മാറുണ്ണി ഇനി രണ്ടുപേരുടെ ഇവിടെ നിക്കു ജോയ്സൺ സോണ അലക്സ് അല്ല അവൻ വെളിയിൽ നിന്ന് അടിച്ചത് വീഡിയോമാണെങ്കിൽ ഇപ്പോ സോണ എന്തായാലും കിട്ടൂല. എന്തായാലും റീവാർ വാറുണ്ണി വിളിച്ചോണ്ട് വരുന്നത് നീലൻ. വാറുണ്ണി ഇതാരാ? ഹലോ ഡൗൺ അങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. മണി ടർഫ് ഇങ്ങനെ മണി ടർഫ് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്ലോലെസ് അത് നീ ഓട്ടോ ആക്കി ഇടുന്നോണ്ടാണ് ഇതിങ്ങനെ ബഫർ ആവുന്നത്. ഇപ്പൊ ഒരു കിക്ക് കൊറേ നാളായിട്ട് ഉണ്ടാകും അറിയത്തില്ല. GG വെൽ പ്ലേഡ്. GG ആരും ഇല്ലല്ലോ. അങ്ങനെ ബാക്കിന്നോ ഫ്ലോലെസ് അല്ല, ഫ്ലോലെസ് അല്ലേ? ഒരാൾ പോയോ? ഒരാൾ ഡൗൺ. ആര് ഡൗൺ? നമ്മുടെ പറഞ്ഞ അടിക്കണേ നമ്മുടെ രണ്ടുപേര് ഡൗണോ? ഇല്ലല്ലോ, 1 ഡൗൺ ആണെന്ന് തോന്നുന്നു. ഫ്ലോലെസ് അങ്ങനെ ആരാ മരിച്ചേ? റെഡിയാന്നോ അവര്? അതൊക്കെ ഞാനല്ലേ അപ്പഴേ ലോകം എടുത്തിട്ട് പറഞ്ഞു. ആരാടാ വില്ലുമാനെ മരിച്ച ഇനി അടുത്ത വയ്യട. അതാ ഫ്ലോലെസ്സാ. സാവേജ് മരിച്ചോ? സാവേജ് മരിച്ചെന്ന് പറഞ്ഞു ഇവിടെ എല്ലാരും. സജീവ് സജീവൻ അതാ ടിവിയിൽ അങ്ങനെ എടാ അതല്ല ഇവർക്ക് പ്ലാൻ ഉണ്ടോ? സാവേജ് ഡൗൺ ആയോ? എനിക്ക് അടുത്തൊരു 40 കണ്ടോണ്ട് ഉറങ്ങി ഞാൻ അവസാനം ലൈവിൽ ഉറങ്ങുന്ന നമുക്കിപ്പോ കേരള ടർഫ് സ്പെക്കുള്ള സമയമൊക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിൻ സർവർ കേറല്ലേ? മെയിൻ സർവർ വാ